പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുമായി സമാധാന കരാറിൽ ഒപ്പുവെച്ച വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി. അതേസമയം ഈ ചരിത്ര കരാർ ഇറാന്റെ താൽപര്യം കൊണ്ടല്ല, മറിച്ച് അമേരിക്കയുടെ നിരാശ കൊണ്ടാണ് സംഭവിച്ചതെന്ന് മുജ്തബ എക്സിൽ കുറിച്ചു. ഇറാൻ അമേരിക്കൻ പ്രസിഡന്റുമാർ തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ട വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. കരാറിലെത്താൻ ഇറാന്റെ ഉദ്യോഗസ്ഥർ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കൻ പക്ഷമാണ് ഇതിനായി ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത്. അമേരിക്കൻ പ്രസിഡന്റാണ് തന്റെ നിരാശ മൂലം ഈ കരാർ സാധ്യമാക്കാൻ എല്ലാവിധ സ്വാധീനങ്ങളും ഉപയോഗിച്ചത്. കരാറുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി എനിക്ക് ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. തത്വത്തിൽ എനിക്ക് മറ്റൊരു വീക്ഷണമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. എങ്കിലും ഇറാന്റെ അവകാശങ്ങളും റെസിഡൻസ് ഫ്രണ്ടിന്റെ സുരക്ഷയും സംരക്ഷിക്കുമെന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ഉറപ്പിന്മേലാണ് ഞാൻ ഇതിന് അനുമതി നൽകിയത്. അംഗീകരിച്ച കാര്യങ്ങൾക്കപ്പുറം കൂടുതൽ ആവശ്യങ്ങളുമായി അമേരിക്ക മുന്നോട്ട് വന്നാൽ ഇറാൻ വഴങ്ങില്ല. അമേരിക്കൻ ഭാഗത്തുനിന്ന് അമിതമായ ആവശ്യങ്ങളുണ്ടായാൽ അതിന് കീഴ്പ്പെടില്ല എന്ന് പ്രസിഡന്റ് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ടെന്നും മുജ്തബ ഖമനേയി എക്സിൽ കുറിച്ചു. തന്നെ ഒരു എളിയ സേവകനെന്ന് വിശേഷിപ്പിച്ച ഖമനേയി നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥകൾ നടപ്പാക്കുന്നതുവരെ കാത്തിരിക്കാൻ ഇറാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. G7 ഉച്ചകോടിയുടെ സമാപനത്തിന് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഒരുക്കിയ അത്താഴ വിരുന്നിനിടെയായിരുന്നു സമാധാന കരാറിൽ ട്രംപ് ഒപ്പിട്ടത്. കരാർ ശാശ്വതമായ സമാധാനത്തിന് വഴി തുറക്കുമെന്നും ഹോർമസ് കടലെടുക്ക് വീണ്ടും തുറക്കാൻ സഹായിക്കുമെന്നും മാക്രോൺ തന്റെ എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. വെള്ളിയാഴ്ച ജനീവയിൽ വെച്ചായിരുന്നു ഔദ്യോഗിക ഒപ്പിടൽ ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. ജനീവയിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ച മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ഇതൊരു താൽക്കാലിക ധാരണ മാത്രമാണെന്നും ഇറാൻ കൃത്യമായി പെരുമാറിയില്ല എങ്കിൽ വീണ്ടും ആക്രമണം നടത്തുമെന്നും ട്രംപ് ഇന്നലെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ ഫെബ്രുവരിയിൽ ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം ആരും മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുദ്ധത്തിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തെക്കുറിച്ച് നിലവിൽ അന്വേഷണം നടക്കുകയാണെന്ന് ട്രംപ് വ്യക്തമാക്കി. യുദ്ധം എപ്പോഴും ക്രൂരമാണെന്നും എന്നാൽ ഇതാരും മനഃപൂർവ്വം ചെയ്തതല്ല എന്നും ട്രംപ് പറഞ്ഞു. ആക്രമണത്തിൽ US പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് ശത്രുക്കൾ വധിച്ച ആയിരക്കണക്കിന് സൈനികരുടെ കാര്യമോ എന്ന മറുചോദ്യമാണ് ട്രംപ് ഉന്നയിച്ചത്. US-ഇസ്രയേൽ സംയുക്ത സൈനിക നീക്കത്തിന്റെ ആദ്യ ദിനമായ ഫെബ്രുവരി 28-നാണ് തെക്കൻ ഇറാനിലെ മിനാബിലുള്ള സ്കൂളിന് നേരെ ആക്രമണമുണ്ടായത്. ഇറാന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 168-ലധികം കുട്ടികളും അധ്യാപകരും ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും 7-നും 12-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളായിരുന്നു. ആക്രമണം നടന്ന സമയത്ത് യാതൊരു തെളിവുകളുമില്ലാതെ ഇതിന്റെ ഉത്തരവാദിത്തം ഇറാന്റെ മേൽ കെട്ടിവെക്കാനാണ് ട്രംപ് ആദ്യം ശ്രമിച്ചത്. ഇറാന്റെ മിസൈലുകൾക്ക് കൃത്യതയില്ലാത്തതാണ് ദുരന്തത്തിന് കാരണമായത് എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. US സൈന്യത്തിന്റെ പ്രാഥമിക ആഭ്യന്തര അന്വേഷണത്തിൽ മിനാബിലുണ്ടായ മാരകമായ ആക്രമണത്തിന് പിന്നിൽ US സൈന്യം തന്നെയാകാനാണ് സാധ്യതയെന്ന് കണ്ടെത്തിയിരുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. US നാവികസേന ഉപയോഗിക്കുന്ന ടോമഹോക്ക് ക്രൂസ് മിസൈലാണ് സ്കൂളിൽ പതിച്ചതെന്ന് വിദഗ്ധരും കണ്ടെത്തി. ഇറാന്റെ ഒരു ക്രൂസ് മിസൈൽ കേന്ദ്രത്തിന് തൊട്ടടുത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്തിരുന്നതെന്നും അതുകൊണ്ട് തന്നെ അന്വേഷണം ഏറെ സങ്കീർണമാണെന്നുമാണ് US സെൻട്രൽ കമാൻഡ് മേധാവി വ്യക്തമാക്കുന്നത്. അന്വേഷണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഈ ആക്രമണം മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് ഇറാന്റെ നിലപാട്. എന്നാൽ US മനഃപൂർവ്വം ഒരു സ്കൂളിന് ലക്ഷ്യമിടില്ല എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള ഉപരോധം നീക്കിയതായി US അറിയിച്ചിട്ടുണ്ട്. അറേബ്യൻ ഉൾക്കടലിലെയും ഒമാൻ ഉൾക്കടലിലെയും ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നുള്ള കപ്പലുകളുടെ സഞ്ചാരത്തെയോ അമേരിക്കൻ സൈന്യം തടസ്സപ്പെടുത്തില്ല എന്ന് US സെൻട്രൽ കമാൻഡ് എക്സിലെ പോസ്റ്റ് വഴി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.